ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിൽ നിന്നുള്ളൊരു പോമാണ്. ഹിയർ ഈസ് എ പോം ഓൺ ബുക്സ്, റീഡ് ആൻഡ് എൻജോയ്. പുസ്തകങ്ങളെക്കുറിച്ചുള്ളൊരു പോമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്, ഒരു കവിത. റീഡ് ആൻഡ് എൻജോയ്, വായിച്ച് രസിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഡ് ബുക്സ്, അതാണ് നമ്മളുടെ പോയത്തിൻ്റെ ടൈറ്റിൽ വരുന്നത്. ഗുഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല പുസ്തകങ്ങൾ അല്ലേ? ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. കവിതയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരുപാട് കുട്ടികൾ ഒരുമിച്ചിരുന്ന് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഷെൽഫിൽ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കവിത നോക്കാം. ഗുഡ് ബുക്സ് ആർ ഫ്രണ്ട്ലി തിങ്സ് ടു ഓൺ. ഓൺ എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുക. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? സൗഹാർദ്ദപരമായ, സ്നേഹമുള്ള, സസ്നേഹമായ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ എന്താണ് ഗുഡ് ബുക്സ്? നല്ല പുസ്തകങ്ങളെന്ന് പറയുന്നത് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വസ്തുവാണ് എന്നാണ് പറയുന്നത്. ഇഫ് യു ആർ ബിസി ദേ വിൽ വെയിറ്റ്. നിങ്ങൾ ബിസി ആണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ തിരക്കിലാണെങ്കിൽ പുസ്തകങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, കാത്തിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ശല്യപ്പെടുത്താൻ വരുമോ? ഒരിക്കലും ഇല്ല അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ക്ഷമയോടുകൂടി പുസ്തകങ്ങൾ കാത്തിരിക്കും, നിങ്ങൾ വായിക്കാൻ എത്തുന്നത് വരെ. ദേ വിൽ നോട്ട് കോൾ യു ഓൺ ദ ഫോൺ. അവർ നിങ്ങളെ ഫോണിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയൊന്നും ചെയ്യില്ല. ഓർ വെയ്ക്ക് യു ഇഫ് ദ ഹവർ ഇസ് ലേറ്റ്. സമയം വൈകി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളവർ വിളിച്ചുണർത്തൊന്നും ചെയ്യില്ല. അപ്പോൾ എന്താണ്? പൊതുവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ട്, ഒരു ഫ്രണ്ടായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ്. നിങ്ങൾ ബിസി ആയിരിക്കുമ്പോൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക, അല്ലാതെ നിങ്ങളെ ഫോണിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ സമയം വൈകി എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയോ അങ്ങനെയൊന്നും പുസ്തകങ്ങൾ ചെയ്യില്ല, നല്ല പുസ്തകങ്ങൾ. ഓക്കെ. ദേ സ്റ്റാൻഡ് ടുഗെദർ റോ ബൈ റോ. ദേ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പുസ്തകങ്ങളെയാണ് കേട്ടോ. അപ്പോൾ പുസ്തകങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? സ്റ്റാൻഡ് ടുഗെദർ, ഒരുമിച്ചാണ് നിൽക്കുന്നത്. റോ ബൈ റോ, നിരനിരയായിട്ട് അങ്ങനെ നിൽക്കുകയാണ് പുസ്തകങ്ങൾ. അപ്പോൺ ദ ലോ ഷെൽഫ് ഓർ ദ ഹൈ. ഷെൽഫിൻ്റെ താഴത്തെ തട്ടിലോ അല്ലെങ്കിൽ മുകളിലത്തെ തട്ടിലോ ആയിട്ട് നിരനിരയായിട്ട് ഒരുമിച്ചാണ് പുസ്തകങ്ങൾ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കേട്ടോ. ബട്ട് ഇഫ് യു ആർ ലോൺസം ദിസ് യു നോ യു ഹാവ് എ ഫ്രണ്ട് ഓർ ടു നിയർ ബൈ. ലോൺസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകാന്തത ഉളവാക്കുന്ന, അതായത് തനിച്ചായിരിക്കുമ്പോൾ. ഓക്കെ. ബട്ട് ഇഫ് യു ആർ ലോൺസം ദിസ് യു നോ. പക്ഷേ നിങ്ങൾ തനിച്ചായിരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ്? യു ഹാവ് എ ഫ്രണ്ട് ഓർ ടു നിയർ ബൈ. നിങ്ങളുടെ അരികിലായിട്ട് 1-2 ഫ്രണ്ട്സ് ഉണ്ടാകും എന്നുള്ള കാര്യം. അപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ തനിച്ചായിരിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ അടുത്തായിട്ട് 1-2 ഫ്രണ്ട്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിയർ ബൈ എന്ന് പറഞ്ഞാൽ അരികെ, സമീപം എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ദ ഫെലോഷിപ്പ് ഓഫ് ബുക്സ് ഈസ് റിയൽ. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുസ്തകങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അത് റിയലാണ്, സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ദേ ആർ നെവർ നോയ്സി വെൻ യു ആർ സ്റ്റിൽ. യു ആർ സ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്? സൈലൻ്റായി നിൽക്കുന്ന സമയത്ത് ദേ ആർ നെവർ നോയ്സി, അവരൊരിക്കലും നിങ്ങളെ ശബ്ദമുണ്ടാക്കി ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. നോയ്സി എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കുകയാണ് കേട്ടോ. ദേ വോണ്ട് ഡിസ്റ്റർബ് യു അറ്റ് യുവർ മീൽ. മീൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആഹാരം കഴിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്നാണ് പറയുന്നത്. ദേ വിൽ കംഫർട്ട് യു വെൻ യു ആർ ഇൽ. ഇൽ എന്ന് പറഞ്ഞാൽ അസുഖമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം പിടിപെട്ട് കിടക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ദേ വിൽ കംഫർട്ട് യു, നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് പറയുന്നത്. ആരെ? പുസ്തകങ്ങൾ അല്ലേ? ദ ലോൺസം അവേഴ്സ് ദേ വിൽ ഓൾവേസ് ഷെയർ. അപ്പം നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്ത്, ലോൺസം എന്ന് പറഞ്ഞാൽ ഏകാന്തമായിട്ടുള്ള, തനിയെ ഇരിക്കുന്ന സമയത്ത്. അവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകളാണ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് സമയത്തെയാണ്. അപ്പോൾ നിങ്ങൾ ഏകാന്തമായിരിക്കുന്ന സമയത്ത് ദേ വിൽ ഓൾവേസ് ഷെയർ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കും എന്നാണ് പറയുന്നത്. ആര്? പുസ്തകങ്ങൾ. ഓക്കെ. വെൻ സ്ലൈറ്റഡ് ദേ വിൽ നോട്ട് കംപ്ലെയിൻ. സ്ലൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസാരവൽക്കരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പുസ്തകങ്ങളെ അപമാനിക്കുകയോ അല്ലെങ്കിൽ എന്താണ് അവഗണിക്കുകയോ ഒക്കെ ചെയ്താലും എന്താണ്? ദേ വിൽ നോട്ട് കംപ്ലെയിൻ, അവരൊരിക്കലും പരാതി പറയുകയില്ല എന്നാണ് പറയുന്നത്. ആര്? പുസ്തകങ്ങൾ അല്ലേ? അപ്പോൾ പുസ്തകങ്ങളെ നിങ്ങൾ അവഗണിക്കുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്താലും പുസ്തകങ്ങൾ ഒരിക്കലും പരാതി പറയുകയില്ല, പകരം നിങ്ങളുടെ കൂടെ ഒരു നല്ല ഫ്രണ്ടായിട്ട് ഉണ്ടാകുന്നതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അവസാനത്തെ 2 ലൈൻസ് നോക്കാം ഈ ഒരു പോയത്തിൻ്റെ. ആൻഡ് ദോ ഫോർ ദം യു ഹാവ് സീസ്ഡ് ടു കെയർ
യുവർ കോൺസ്റ്റൻറ്റ് ഫ്രണ്ട്സ് ദേ വിൽ സ്റ്റിൽ റിമെയിൻ. സീസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്ഡ്, അതായത് നിർത്തുക അല്ലെങ്കിൽ എന്താണ് അവസാനിപ്പിക്കുക എന്നൊക്കെയുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ എന്താണ്, നിങ്ങൾ പുസ്തകങ്ങളെ കെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്താലും, കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ശ്രദ്ധ അല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താലും അല്ലെങ്കിൽ അവസാനിപ്പിച്ചാലും യുവർ കോൺസ്റ്റൻറ്റ് ഫ്രണ്ട്സ് ദേ വിൽ സ്റ്റിൽ റിമൈൻ. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള, എന്നെന്നും നിലനിൽക്കുന്ന, റിമെയിൻ എന്ന് പറഞ്ഞാൽ തുടരുക. അപ്പോൾ എന്താണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളെ കെയർ ചെയ്യുന്നത് അവസാനിപ്പിച്ചാലും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട്, സ്ഥിരമായിട്ടുള്ളൊരു നല്ല ഫ്രണ്ടായിട്ട് നിങ്ങളുടെ കൂടെ അവർ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു പോയത്തിലുള്ളത് കേട്ടോ. അമേരിക്കൻ പോയറ്റായിട്ടുള്ള എഡ്ഗർ ഗസ്റ്റാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.